പ്രൈസ് ലോർഡ്. ദൈവജനത്തിന്റെ അനുഗ്രഹത്തിനായി വിടുവിക്കുന്ന ദൈവം എന്ന പേരിൽ ഒരാത്മീയ സന്ദേശം CD-ആക്കുവാൻ കഴിഞ്ഞതിൽ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ സന്ദേശം ശ്രദ്ധിക്കുകയും ഇതിലെ ഗാനങ്ങൾ ശ്രവിക്കുകയും ചെയ്യുന്ന ഏവരെയും ദൈവം നിത്യമായ അനുഗ്രഹത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പിന്നീട് കാണുന്നത് സോദോമിനെ നശിപ്പിക്കുവാൻ പോകുന്നു എന്ന് യഹോവയായ ദൈവം അബ്രഹാമിനോട് സംസാരിക്കുമ്പോൾ അബ്രഹാം ദൈവസന്നിധിയിൽ നിന്ന് ലോത്തിനു വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. യഹോവയായ ദൈവമേ, ആ പട്ടണത്തിൽ 50 പേരുണ്ടെങ്കിൽ നീ അതിനെ നശിപ്പിക്കുമോ? 50 എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് പിന്നീട് നമ്മൾ കാണുന്നത് 45 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ? അങ്ങനെ 40 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ? 30 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ? അങ്ങനെ ഏറ്റവും ഒടുവിൽ 10 പേര് ആ പട്ടണത്തിൽ ഉണ്ടെങ്കിൽ നീ അവരെ നശിപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ യഹോവയായ ദൈവം പറയുന്നു, ആ 10 പേർ നിമിത്തമായി ഞാൻ അവരെ നശിപ്പിക്കുകയില്ല എന്ന് പറയുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ അബ്രഹാം ലോത്തിനെ, തന്നെ വിട്ട് പിരിഞ്ഞുപോയ ലോത്തിനെ വിടുവിക്കുവാൻ, രാജാക്കന്മാരുടെ കയ്യിൽ അകപ്പെട്ടുപോയ ലോത്തിനെ വിടുവിക്കുവാൻ പോയി പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, സോദോമിന് വരാൻ പോകുന്ന നാശത്തിൽ നിന്ന് തന്റെ സഹോദരപുത്രനായ ലോത്തിനെ ദൈവം വിടുവിക്കുവാൻ വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് 19-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ദേശത്തിലെ ആ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ യഹോവയായ ദൈവം അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ വിടുവിച്ചു എന്ന് നമ്മൾ വായിക്കും. നാശത്തിൽ നിന്ന് ലോത്തിനെ വിടുവിക്കുന്നത് അബ്രഹാമിനെ ഓർത്താൻ, ഇടിവിൽ നിൽക്കുന്ന പ്രാർത്ഥിക്കുന്ന അബ്രഹാമിനെ ഓർത്താണ് ദൈവം വിടുവിച്ചതെന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. അവന് അസാധ്യമായതൊന്നുമില്ല. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആര് ദൈവിക ദർശനത്തിന് വേണ്ടി നിലനിന്ന് സഹോദര സ്നേഹം നിലനിർത്തുവാൻ വേണ്ടി ദോഷം കണക്കിടാതെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ഹൃദയപ്രകാരം നിൽക്കുന്ന തന്റെ മക്കളെ വിടുവിക്കുന്ന ദൈവമാണ്. അവൻ അബ്രഹാമിന്റെ ദൈവമായി, ഇസഹാക്കിന്റെ ദൈവമായി, യാക്കോബിന്റെ ദൈവമായി തന്റെ ജനത്തെ വിടുവിക്കുന്ന ദൈവമാണെന്ന് നമുക്കിവിടെ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും. നമുക്കിപ്പോൾ ഒരു പാട്ടിന്റെ അടികൾ പാടാം. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം ഇന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം ഇന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും.
ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച ഏവർക്കും തിരുനാമത്തിൽ നന്ദി അറിയിക്കുന്നു. കൂടുതൽ തിരുവചന സത്യങ്ങൾ അറിയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 05092261775. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.